എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വേറൊരു സാധനമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ. പുതിയതല്ല, കുറച്ച് പഴയതാണ്. പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പഴയതാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമോ, എങ്കിൽ ഞങ്ങൾക്കത് എടുക്കാൻ വേണ്ടിയാണ്, പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പലർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന്. കുറച്ച് പഴയ സാധനമാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അതിന് മുമ്പേ സാധനം ഇതാണ്. ഇത് അലീസിൻ്റെ SR16 എന്ന് പറഞ്ഞിട്ടൊരു കമ്പോസറാണ്. പഴയ ഒരു കമ്പോസറാണ് അലീസിൻ്റെ SR16. ഇത് ഞാൻ എടുത്തിട്ട് ഏകദേശം ഞാനല്ല, എൻ്റെ അച്ഛനാണ് എനിക്കിത് വാങ്ങിച്ചു തരുന്നത്. സത്യത്തിൽ ആദ്യമായിട്ട് ഞാൻ പ്രോഗ്രാമിന് പോയി തുടങ്ങുന്ന സമയത്ത് ഈ കമ്പോസറും കൊണ്ടാണ് പോകുന്നത്. അന്ന് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും കൺവെൻഷനൊക്കെ പോകുന്നത്, ചർച്ച് പ്രോഗ്രാംസിന്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 2003 എന്തോണത് ഞങ്ങളുടെ വീട്ടിൽ വാങ്ങുന്നത്. SPD 20 എടുത്തതിന് ശേഷം വാങ്ങുന്ന ഒരു സാധനമാണ്. ആ സമയത്ത് ഇത് കൊണ്ട് കുറേ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, പണ്ട് ക്ലാസ്സിന് പോകുമ്പോഴും ഞാൻ ഇത് ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകും, സ്കൂളിൽ കൊണ്ടുപോകും. അത് ചെറിയ സാധനമാണ്. സ്കൂളിൽ കൊണ്ടുപോയിട്ട് അതുവഴിയായിരിക്കും ബസ്സിൽ കയറി പ്രോഗ്രാമിന് പോകുന്നത്. രാത്രി അച്ഛൻ വന്ന് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് തുടങ്ങിയ സമയത്ത് ഒരുപാട് പ്രോഗ്രാം ചെയ്ത സാധനമാണ്. എനിക്ക് തോന്നുന്നത് 98 ആയിരിക്കും ഇതിൽ ഇറങ്ങിയത്. അലീസിൻ്റെ നല്ല ടോണൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രോഗ്രാംസിന് ഞാൻ MPC ആയിട്ട് കണക്ട് ചെയ്ത് ക്ലിക്ക് ഇടാൻ വേണ്ടി മാത്രമാണ്, ഇന്നിയറിൽ ക്ലിക്ക് ഇടാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ യൂസ് വരുന്നത്, നമുക്ക് ഈ ചർച്ച് പ്രോഗ്രാമിനൊക്കെ പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒത്തിരി ക്യാഷ് കൊടുത്ത് MPC ലൈവ്, MPC 1 അല്ലെങ്കിൽ കൂടിയ സാമ്പിളറൊന്നും എടുക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാം. കാണാൻ വളരെ ചെറുതാണ്. ഒരു ഒരു ടാബിൻ്റെ അത്രയേ ഉള്ളൂ, ഒരു ഐപാഡിൻ്റെ അത്രയേ ഉള്ളൂ. ഇത് വെയിറ്റും കുറവാണ്. ചെറിയ ബാഗിനകത്ത് തന്നെ ഇട്ടുകൊണ്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ, ഈ കൺവെൻഷന് അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാംസിനൊക്കെ ഒക്ടാപാഡ് അല്ലെങ്കിൽ SX അല്ലെങ്കിൽ DTX ഒക്കെ വായിക്കുന്നവർക്ക് MIDI സിങ്ക് ചെയ്ത് പ്ലേ ചെയ്യാൻ ഭയങ്കര ഉപയോഗമാണ്. ഇപ്പോൾ DTX ഉള്ളവർക്ക് DTX സിങ്ക് ചെയ്യാൻ പറ്റും. ആ കാലത്ത് തന്നെ അവർ ഇത്രയും ഓപ്ഷൻസ് അവർ ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സാധനമാണ്. DTXനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സിങ്ക് ചെയ്യുന്നതായാലും പാറ്റേൺ ചെയ്യുന്നതായാലും കുറച്ച് ലിമിറ്റേഷൻ. പിന്നെ അതിനകത്ത് വേവ് ടോൺ കയറ്റാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വേവ് ടോൺസ് ഒന്നും കയറ്റാൻ പറ്റത്തില്ല. ടോട്ടലി ഒരു 300 ടോൺസ് എന്തേ ഉള്ളൂ. 300 ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. അത്രയും ടോൺസേ ഉള്ളൂ. കുറച്ച് ഡ്രമ്മിങ് ടോണുണ്ട്, പിന്നെ കുറച്ച് ലാറ്റിൻ ടോൺസും മാത്രമേ ഉള്ളൂ. വേറെ ഇന്ത്യൻ ടോൺസ്, തബല ഒന്നുമില്ല. പിന്നെ നമുക്ക് ചെയ്യാം, പാടുന്ന ടോൺ MIDI വഴി എടുത്ത് ഇതിനകത്തിട്ട് പാറ്റേൺ ചെയ്യാം. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പാറ്റേൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പാറ്റേൺ ചെയ്യുക, സിങ്ക് ചെയ്യുക എന്നുള്ള മാത്രമാണ്. അപ്പോൾ നമുക്ക് ഒക്ടാപാഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കീബോർഡുമായിട്ട് സിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇന്നിയറിൽ മാത്രം കേട്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് മാത്രം ഇന്നിയറിൽ ക്ലിക്ക് കേൾക്കാനും ഉപയോഗിക്കാം. ഞാനിപ്പോൾ മെയിനായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. MPC ആയിട്ട് സിങ്ക് ചെയ്തതിന് ശേഷം ലൈവ് ഡ്രം പ്ലേ ചെയ്യുമ്പോഴും പാഡൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഇന്നിയറിൽ ക്ലിക്ക്. ഇത് വില വന്നിട്ട് 13,000 രൂപ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അലീസിസ് SR16 എന്ന് പറഞ്ഞിട്ട് കടയിലൊന്നും കിട്ടത്തില്ല, ആമസോണിൽ കിട്ടും. ആമസോണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ 13,000 രൂപയാണത് കാണിക്കുന്നത്. SR16 ആമസോണിലുണ്ട്. ആമസോണിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നിർത്തി കാണും, ലിമിറ്റഡ് സ്റ്റോക്കൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഉപയോഗമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറയാം. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ DM ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഡിസ്പ്ലേയിൽ ലൈറ്റൊന്നുമില്ല. സ്റ്റേജിൽ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ആണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഫ്ലാഷൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം.
കൊടുക്കുന്ന വിലയ്ക്ക് 13,000 രൂപയ്ക്ക് ഇത്രയും ഓപ്ഷൻ കിട്ടുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് ടോൺസ്, ഇതിൻ്റെ ഒരു ഡെമോ അവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെമോ ആണ് ഇപ്പോൾ കേട്ടത്. പിന്നെ ഇതിനകത്ത് പ്രീസെറ്റ് അവർ കുറച്ച് ടോൺസ് ഇട്ടിട്ടുണ്ട്. ഡ്രം ഒരു വിൻറ്റേജ് ഡ്രമ്മിങ് സ്റ്റൈല് ടോൺസാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. നമുക്കിത് പാറ്റേൺ ചെയ്യാൻ പറ്റും. പാറ്റേൺ ഇതിനകത്ത് 50 പാറ്റേൺ ചെയ്യാം. 50 പാറ്റേണിൽ AB ലെയർ 2 ലെയറായിട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടലി 100 പാറ്റേൺ ചെയ്യാൻ പറ്റും. വേറെ മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് അങ്ങനത്തെ ഒരു സാധനം നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ടോട്ടൽ നമുക്ക് 100 പാറ്റേൺ ചെയ്യാം. അതായത് 50 പാറ്റേൺ ചെയ്യാം, എയും ബിയും 2 വേരിയേഷനിലായിട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഫില്ലുണ്ട്. ഇതിനകത്തുള്ളൊരു പാറ്റേണാണ് അവർ കമ്പനി ഇട്ടിട്ടുള്ളതാണ്. നമ്മൾ പാറ്റേൺ പ്ലേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പാറ്റേൺ ചെയ്യുമ്പോൾ ഫില്ല് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോ ഫില്ലുണ്ട്. ഈ ഫില്ല് നമ്മൾ കീബോർഡിലൊക്കെ ഉള്ളതുപോലെ ഫില്ല് ഓപ്ഷൻ ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാമ്പിളറിലും കമ്പോസർ അതിനകത്തൊന്നും ഈ ഒരു ഓപ്ഷൻ ഇല്ല. ഫില്ലെല്ലാം നമുക്ക് ഇങ്ങനെ ഫില്ലെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇല്ല. ഇത് കറക്റ്റ് ബാറിന് തന്നെ ഫില്ലാവുന്നുണ്ട്. അതായത് ഇപ്പോൾ 4 ബാറിൻ്റെ ആണെങ്കിൽ നമ്മൾ എവിടെയാണോ ഫില്ല് കൊടുക്കുന്നത് ആ ബാർ തൊട്ട് ഫില്ല് തുടങ്ങിയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമുക്ക് യൂസർ പാറ്റേൺ ചെയ്യാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 50 പാറ്റേൺ ചെയ്യാം. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ലൈറ്റൊന്നുമില്ല. അത്യാവശ്യം ഇങ്ങനത്തെ പഴയ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അത് കുറച്ച് നന്നായിട്ട് ഒന്ന് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ലൈറ്റൊന്നും ഇല്ലാത്ത സ്റ്റേജാണെങ്കിൽ നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് പാറ്റേൺ ചെയ്യാൻ പറ്റും. പാറ്റേൺ ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് ഇതിനകത്ത് ഈ പെർഫോമൻസ് ഓർ കമ്പോസ് എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷൻ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെട്രണോം കിട്ടും. സ്റ്റാർട്ട് ഈ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ മെട്രണോം കിട്ടും. 1 2 1 2 3 4. നമുക്ക് ഓരോന്നായിട്ട് വായിച്ച് കയറ്റാം. നമുക്കിതിനകത്ത് കോണ്ടൈസ് ചെയ്യാൻ പറ്റും. കോണ്ടൈസ് 1/16 വരെ ഉണ്ട്. 1/16 ട്രിപ്ലറ്റ് വരെ കോണ്ടൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ എല്ലാ സാമ്പിളറിലുള്ള അതേ ഒരു ഫങ്ഷനാണ്. അത് ഭയങ്കര ഉപയോഗമാണ്. ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ വായിക്കുന്നത് കുറച്ച് ജമ്പ് ചെയ്ത് മാറിയാലും കറക്റ്റ് കോണ്ടൈസിനകത്ത് വരും. ഇപ്പം ഞാൻ പെർഫോമൻസ് ഓൺ ചെയ്തിട്ടൊക്കെയാണ്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്ത് വേണം വായിക്കാം.
നമുക്കിപ്പോൾ വായിച്ച് എന്തെങ്കിലും ഒരു ടോണ് നമുക്ക് വേണ്ട അല്ലെങ്കിൽ തെറ്റിപ്പോയി എങ്കിൽ നമുക്ക് ആ ടോണ് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷനും ആ സമയം മുതലേ ഇവർ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ എറൈസ് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഏത് ടോണാണോ വേണ്ടാത്തത്, എനിക്കിപ്പോൾ ഈ കോങ്കോ ടോൺ വേണ്ടെങ്കിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഈ ടോണ് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. നമുക്കിനിയിപ്പോൾ ഈ പാറ്റേൺ വേണ്ട, നമുക്ക് മൊത്തത്തിൽ വന്ന് എറൈസ് ചെയ്യണമെങ്കിൽ ഓരോ ടോണായിട്ട് ചെയ്യാതെ ഈ എറൈസ് പ്രസ് ചെയ്തതിന് ശേഷം ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാറ്റേൺ ഫുള്ളായിട്ട് പോകും. ഉണ്ടോ? ഇപ്പോൾ ക്ലിക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ വേറെ പാറ്റേൺ ചെയ്യാം. അപ്പോൾ അത് ഭയങ്കര ഉപയോഗമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യമഹ DTX ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നമുക്ക് ഓരോ ടോണായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ആ ടോൺ കണ്ടുപിടിച്ച് അതിൻ്റെ നോട്ട് നമ്പരൊക്കെ മാറ്റിയിട്ട് നമുക്കത് എറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഇത് വളരെ ഈസിയാണ്. നമുക്കിതിനകത്ത് തന്നെ ഓരോ ടോണായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് DTXലൊക്കെ ചെയ്യുന്നത് പോലെ ഓരോ ടോണായിട്ട്, പാഡിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ഓരോ കിറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളെ ഇഷ്ടത്തിനുള്ള ടോൺ വെച്ച് സെറ്റ് ചെയ്യാം. ഈ ഡ്രം സെറ്റപ്പ് ഇത് പ്രസ് ചെയ്തിട്ട് അടുത്ത പേജ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പേജ് വരും. അപ്പോൾ അതിനകത്ത് കിക്ക് നമുക്കിപ്പോൾ വേറെ ടോൺ വേണമെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടോണാണ്. ഇപ്പം നമുക്ക് ഏകദേശം 300 സംതിങ് ടോണുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ടോണിൻ്റെ നമ്പർ അറിയാമെങ്കിൽ ആ നമ്പർ എടുത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ടോൺ വരും. ഇപ്പോൾ എനിക്ക് ഒരു 250 ടോൺ 250 അടിച്ചു കഴിഞ്ഞാൽ ടോണ് വരും. നമുക്ക് ടോണ് കുറച്ച് ലാറ്റിൻ ടോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടോൺ വെച്ച് നമുക്ക് പാറ്റേൺ ചെയ്യാം. പെർഫോമൻസ് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ ചെയ്യാം. 2 1 2 3 എന്നിട്ട് പെർഫോമൻസ് കമ്പോസ് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറ്റേണായിട്ട് കിടക്കും. പിന്നെ നമ്മൾ എന്ത് വായിച്ചാലും കയറത്തില്ല. പിന്നെ ടെമ്പോ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ 40ാമത്തെ പാറ്റേൺ ഞാനിപ്പോൾ പ്ലേ ചെയ്യാണ്. ടെമ്പോ കൂടിപ്പോയി. ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു 3ാമത്തെ പാറ്റേണിൽ പോകണമെങ്കിൽ ആ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. 03 2 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് എനിക്ക് 20ാമത്തെ പാറ്റേണിൽ പോകണമെങ്കിലും 20 പോകും. കറക്റ്റ് ബാറാകുമ്പോൾ തന്നെ അത് ചേഞ്ച് ആവും. 7ാമത്തെ കറക്റ്റ് ബാറ് ആകുമ്പോഴും ചേഞ്ച് ആകും. നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴും അതുപോലെയാണ്. നമുക്കിപ്പോൾ AB ലെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ Aയിലെ പാറ്റേൺ ഒരു 24ാമത്തെ പാറ്റേണിൽ Aയിലെ നമ്മളിത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ B അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബാറാകുമ്പോൾ ഇതാവും, അടുത്ത വേരിയേഷൻ ആവും. ഇനി ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും ഇപ്പോൾ A ലെയറിൽ ഇട്ടിട്ട് നമ്മൾ ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലായതിന് ശേഷമായിരിക്കും അടുത്ത ഇതാകുന്നത്. തിരിച്ച് വീണ്ടും A ആവും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര അപ്ഡേറ്റ് ആയിട്ട് തന്നെ ആ സമയത്ത് ഇത് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിട്ട് നമുക്ക് എല്ലാ ടൈം സിഗ്നേച്ചറിലും ചെയ്യാൻ പറ്റും.
2/4, 3/4, 4/4, 6/8, 7/8, 5/8 എല്ലാ ടൈം സിഗ്നേച്ചറിലുള്ള പാറ്റേൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഔട്ട്പുട്ട് അതെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മെയിൻ ഔട്ട്പുട്ടുണ്ട്. പിന്നെ സബ് ഔട്ട് ഓക്സ് ലെഫ്റ്റ് ഓക്സ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് സബ്ബാണത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ടോണ് ഇപ്പോൾ ഈ ഒരു ക്ലിക്കിൻ്റെ ടോണ് നമുക്ക് ഒരു ചാനലിൽ നിന്ന് മാത്രം വിടാൻ പറ്റും. അങ്ങനെ 2 ചാനലിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ടോണ് സെപ്പറേറ്റ് ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മെയിനിൽ പാറ്റേൺ പോകുകയാണെങ്കിൽ ക്ലിക്ക് ഇന്നിയറിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ക്ലിക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. മൊത്തം 4 ഔട്ട്പുട്ടുണ്ട്. അതിൽ 2 മെയിനും 2 സബ് ഔട്ടും. മിഡി ഇൻ ഔട്ടുണ്ട്. കീബോർഡ് ഇട്ട് സിങ്ക് ചെയ്യാം. പിന്നെ ഫുഡ് സ്വിച്ച് കൊടുക്കാൻ പറ്റും. സ്റ്റാർട്ട് സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതും ഫുഡ് സ്വിച്ചിൻ്റെയാണ്. അത് നമുക്ക് AB ലെയർ മാറ്റാം. 2 ഫുഡ് സ്വിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും അപ്ഡേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു MBC ചെറിയൊരു MBCയിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപയോഗമായിരുന്നു. കാരണം വില കൂടിയ അതായത് MBC ലൈവോ അല്ലെങ്കിൽ MBC X ഒക്കെ എടുത്താൽ മാത്രമേ ഈ ഫുഡ് സ്വിച്ചിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു MBC ലൈവിലും ഫുഡ് സ്വിച്ച് ഇല്ലെന്ന് തോന്നുന്നു. ഇതിൽ 2 ഫുഡ് സ്വിച്ച് കൊടുക്കാൻ പറ്റും, സ്റ്റാർട്ടും സ്റ്റോപ്പും. ഒരു ഓക്സ് ഇന്നുണ്ട്, ഇന്നോർ ഔട്ട് ഞാൻ ഇതുവരെയ്ക്കും നോക്കിയിട്ടില്ല. ചെറിയ EP ജാക്കിൻ്റെ സൈസാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് ലെഫ്റ്റ് റൈറ്റ് വേണം, സബ് എടുക്കാൻ ഒരു 2 വേണം, മിഡി ഇൻ ഔട്ട്, സ്റ്റാർട്ട് സ്റ്റോപ്പ്. അതാണ് ഇതിൻ്റെ ജോലിയും ഈ മിഷൻ്റെ ജോലിയും അതാണ്. പാറ്റേൺ ലൈവ് പ്ലേ ചെയ്യാൻ കുറച്ച് ചെറിയ പാഡാണ്, ചെറിയ 12 പാഡുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു കീബോർഡായിട്ട് സിങ്ക് ചെയ്ത് ക്ലിക്ക് ഒട്ടിക്കാനും ഷേക്കർ ഇപ്പോൾ ചെയ്യാനും ഭയങ്കര ഉപയോഗമാണ്. അപ്പോൾ ഇതാണ് SR60ൻ്റെ ചെറിയൊരു ഡെമോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം, നല്ല സാധനമാണ്. ഞാൻ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്, നമ്മുടെ SPD-യിലൊക്കെ വരുന്നത് പോലെ സേവ് ചെയ്യുന്ന ഒരു ബാറ്ററിയിലാണ്. ആ ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരും. അല്ലാതെ എനിക്കിതുവരെയും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഡിസ്പ്ലേയിൽ കുറച്ച് ലൈനൊക്കെ വീണിട്ടുണ്ട്. പിന്നെ എനിക്കിത് ഫങ്ഷൻ ഇപ്പോൾ കാണാതെ അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഡിസ്പ്ലേ അധികം നോക്കാറുമില്ല. നമ്പരൊക്കെ അറിയാം, പാറ്റേൺസൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് നമ്പർ അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ലാതെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നല്ല സാധനമാണ്. ഞാൻ ഏകദേശം 2003 ആണെങ്കിൽ 20-22 വർഷത്തോളം ആവാൻ പോകുന്നു കയ്യിൽ ഇത് വന്നിട്ട്. ഇത്രയും നാളായിട്ടും ഇതിൻ്റെ ഓളിങ് കൺട്രോളിലും ചെറിയൊരു നോയ്സ് ഉണ്ടായിരുന്നു, അത് ഇടയ്ക്ക് ശരിയാക്കി. അല്ലാതെ ഇതിൻ്റെ ഔട്ട്പുട്ടിനൊന്നും ഇതുവരെയ്ക്കും ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് കണ്ടീഷനാണ്. കുറേ നാൾ ഞാനിത് ഉപയോഗിക്കാതെ വെച്ചിരുന്നു. ഏകദേശം ഒരു DTX എടുത്ത സമയം മുതൽ ഞാൻ പിന്നെ ഇത് ഉപയോഗിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്താണ് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ.